നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ഈ വർഷത്തെ ലോറിസ് അവാർഡ് പുരസ്കാരങ്ങൾ ഇന്നലെ സമ്മാനിച്ചു. അതിൽ ജൂഡ് ബെല്ലിംഗാം ഒരു അവാർഡ് സ്വന്തമാക്കിയിരിക്കുന്നു. അദ്ദേഹത്തിന് ലോറിസ് വേൾഡ് സ്പോർട്സ് ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ അവാർഡാണ് ലഭിച്ചിരിക്കുന്നത്. ഈ വർഷത്തെ ഏറ്റവും മികച്ച ബ്രേക്ക് ത്രൂ പ്ലെയർ എന്ന രൂപത്തിൽ, കായിക ലോകത്തെ ഏറ്റവും മികച്ച ബ്രേക്ക് ത്രൂ ലഭിച്ച താരം എന്ന രൂപത്തിലുള്ള പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുന്നു. നോക്കുക, ഇതോടൊപ്പം തന്നെ ഐതാന ബൊൻമാറ്റിക്ക് സ്പോർട്സ് വിമൺ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ അവരുണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങളും നോക്കുക. വിമൻസ് വേൾഡ് കപ്പിൽ വിജയിച്ചു, ഗോൾഡൻ ബോൾ വിന്നറാണ്. അതുപോലെ ബാലൻഡിയോർ ഫെമിനി വിന്നർ അവരായിരുന്നു. ഫിഫ ദി ബെസ്റ്റ് വിമൻസ് പ്ലെയർ അവാർഡ് അവർക്ക് ലഭിച്ചു. യുവേഫ വിമൻസ് നാഷൻസ് ലീഗ് MVP ആയിരുന്നു. ഇപ്പോഴിതാ ലോറിസ് സ്പോർട്സ് വിമൺ ഓഫ് ദി ഇയർ പുരസ്കാരവും അവർ സ്വന്തമാക്കുന്നു. വീണ്ടും ബെല്ലിംഗാമിന്റെ കാര്യത്തിലേക്ക് തന്നെ വന്നാൽ, അദ്ദേഹം ഇപ്പൊ വാരിക്കൂട്ടുന്നത് നോക്കുക. യുവതാരങ്ങൾക്കുള്ള എല്ലാ പുരസ്കാരങ്ങളും അദ്ദേഹം വാരിക്കൂട്ടുന്ന തിരക്കിലാണ്. ഗോൾഡൻ ബോയ്, കോപ്പ ട്രോഫി, ലോറിസ് അവാർഡ്, ഇപ്പോൾ അദ്ദേഹത്തിന് ബ്രേക്ക് ത്രൂ പ്ലെയർ എന്നുള്ള രൂപത്തിലുള്ള അവാർഡ് ലഭിക്കുന്നു. അങ്ങനെ ബെല്ലിംഗാം പൊളിച്ചെടുക്കുന്ന ഒരു കാഴ്ച. അതോടൊപ്പം തന്നെ ഫുട്ബോളിലേക്ക് മറ്റൊരു ലോറിസ് അവാർഡ് കൂടി വന്നിട്ടുണ്ട്. അത് ലോറിസ് വേൾഡ് ടീം ഓഫ് ദി ഇയർ പുരസ്കാരമാണ്. സ്പെയിനിന്റെ വനിതാ ടീമിനാണ് ആ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ലോറിസ് വേൾഡ് സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ പുരസ്കാരം, ഈ വർഷത്തെ ഏറ്റവും മികച്ച കായിക താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് നൊവാക് ജോക്കോവിച്ചിനാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.